പണി കഴിയാറായാ? കഴിയാറായി. പിന്നെ ഇച്ചിരി വൃത്തിക്കും മെനക്കൊക്കെ ഇളക്കിയിടണം. ഇന്നിപ്പോൾ ഒരു ചാനലുകാർ ഇൻ്റർവ്യൂ ചെയ്യാൻ വരെയാണ് നമ്മൾ അമ്മാവൻ്റെ ചീരത്തോട്ടം. ലോകം മൊത്തം കാണാനുള്ളതാണ്. അത് ഒരു കുറവും വരരുത് കേട്ടാ. ആ സൈഡൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് ഒതുക്കി വെച്ചോ. നോക്കി. നീ എന്താ ഇവിടെ നിൽക്കണേ? ഞാൻ എന്താ ഇവിടെ നിന്നാ? നല്ല ആളാ. ഞാൻ താമസിച്ചു പോയെന്നൊരു പേടിയായിരുന്നു. അപ്പം അമ്മാവ് ഇപ്പോൾ എത്തിയല്ലേ ഉള്ളൂ. ഒരു നല്ല കാര്യം നടക്കുകയല്ലേ അമ്മാവന്, നമ്മളൊക്കെ വേണ്ടേ? ഞാനാണ് കർഷകൻ, എന്നെയാണ് ഇന്റർവ്യൂ ചെയ്യണത്. അതിനകത്ത് അമ്മാവൻ്റെ മരുമോനൊരാൾ കൂടെ ഉണ്ടായിക്കോട്ടെ, നല്ലതല്ലേ? നമ്മളൊരു എന്നെപ്പോലെ ഒരു പ്രമുഖൻ കൂടെ ഉള്ളത് നല്ലതല്ലേ? ഓ, അപ്പോൾ കനകൻ എന്താ വരാഞ്ഞ്? അവനില്ലെങ്കിൽ അമ്മാവൻ്റെ കാര്യത്തിൽ പണ്ടേ താല്പര്യമൊന്നുമില്ല. കാണുമ്പോഴുള്ളൊരു സ്നേഹപ്രകടനമേ ഉള്ളൂ അമ്മാവ. എനിക്കങ്ങനെയല്ല. അതൊന്നല്ല, അവന് വിവരമുണ്ട്. ഇവിടെ കർഷകനായ എന്നെയാണ് ഇന്റർവ്യൂ ചെയ്യണമെന്നും അവിടെ മരുമക്കളുടെ ആവശ്യമില്ല എന്നും അവനറിയാം. നിനക്കാ വിവരമില്ല, അതുകൊണ്ട് നീ ഇങ്ങോട്ട് ഇറങ്ങി പുറപ്പെട്ട്. കർഷകൻ ഇതാണോ? എന്ത് കർഷകൻ്റെ കോലം ഇതാണ്? ഇതൊക്കെയാണ്. ഞാൻ വന്നില്ലെങ്കിൽ അമ്മാവ് ഇത് ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യും. അമ്മാവ് ഇത് എന്ത് കർഷകനതോ നോക്കും, അവിടെ നിൽക്കണുണ്ട്, അതാണ് കർഷകൻ. അതുപോലെ ഒറ്റമുണ്ട് കൊടുത്ത് നിൽക്കണം ഞാൻ ഇന്റർവ്യൂവിന്. പിന്നല്ലാണ്ട് ഇതെന്താണ്? ഇത് മാല എടുത്ത് പുറത്തിട്ട് കയ്യിൽ മറ്റേ ചങ്ങലയും ഇട്ട് ജുബയും ഇട്ട് ഇതേതോ ബൂർഷ മുതലാളി നിൽക്കും പോലെ ഉണ്ട്. അമ്മാവ് നിൽക്കേണ്ടത് ഒരു കൈമുണ്ടും ഒരു ബനിയനും തലയിൽ ഒരു കെട്ടും കെട്ടി. സത്യമാഷൊക്കെ പഴയ സിനിമയിൽ നിൽക്കില്ലേ പാടത്ത്, അതുപോലെ നിൽക്കണം. ഇതേ നാട് മുഴുവൻ കാണേണ്ടതാ, മനസ്സിലായി? ഇന്റർവ്യൂവിൽ ഇത് കാണുമ്പോൾ ഒരു പളവളപ്പുണ്ടാവണം, അല്ലാണ്ട് അതിൽ ഈ വേഷം കെട്ടി അഭിനയിക്കണ പോലെ നിൽക്കലല്ല വേണ്ടത്. കുഴപ്പമില്ല, കാര്യങ്ങൾ കൃത്യമായിട്ട് കൃഷിയെക്കുറിച്ച് പറയുകയെങ്കിലും ചെയ്യണം. അതുകൊണ്ടാണ് ഞാനും കൂടെ വന്നത്. അതെ, ഇത് രാഷ്ട്രീയക്കാരുടെ മീറ്റിംഗ് ഇന്റർവ്യൂ അല്ല. ഇത് അവർ വരും, അവർ ഒരുപാട് ഇന്റർവ്യൂ ചെയ്തിട്ടില്ല. അവർ വന്ന് ഈ കൃഷിയൊക്കെ എടുത്തിട്ട് എന്നോട് ചോദ്യങ്ങൾ ചോദിക്കും, ഞാൻ ഉത്തരം പറയും. നീ അതിൻ്റെ ഇടയിൽ കയറിയിട്ട് രാഷ്ട്രീയം കളിക്കാൻ നിൽക്കരുത്, മാറി നിൽക്കണം. വന്നതോ വന്നു. അമ്മ എന്തിനാ അങ്ങനെ സംസാരിക്കണം? അല്ല, നിന്റെ സ്വഭാവം അറിയണോണ്ട് ഞാൻ അവർ വന്നല്ലോ. കാപ്പിയിലെ കുടിച്ചോ? ഇതാണ് ചീരത്തോട്ടം. നമുക്ക് ഇന്റർവ്യൂ എടുക്കാൻ തുടങ്ങും. പിന്നെന്താ? ആക്ച്വലി ആരാ ഇതിന്റെ ഓണർ, മുതലാളി? ഇതിപ്പോ അങ്ങനെയില്ല, ഇത് ഞങ്ങളൊരു കുടുംബമായിട്ട് നടത്തുന്ന ഒരു പരിപാടിയാണ്. ആര് പറഞ്ഞു? ഇത് കുടുംബമായി നടത്തണമെന്നല്ല, ഇത് ഞാൻ ഒറ്റയ്ക്ക് നടത്തണതാണ്. എൻ്റെ ചീരത്തോട്ടാണത്. എൻ്റെ പേര് ഗിരിരാജൻ. ഇവിടെ ആരോട് ചോദിച്ചാലും പറയും ഗിരിരാജന്റെ ചീരത്തോട്ടാണ്. എന്നാലും അങ്ങനെ ഉണ്ടെങ്കിൽ പോലും ഇപ്പൊ ഞാൻ മരുമോനിലേക്ക് അമ്മാവൻ എൻ്റെ അടുത്ത് സംശയങ്ങൾ ചോദിക്കാറുണ്ട്. ആ പച്ചച്ചീര നട്ടയ്ക്കണത് ഞാൻ പറഞ്ഞിട്ടാണ്. പച്ചച്ചീരയ്ക്ക് നല്ല ഡിമാൻഡാണ്. ആര് പറഞ്ഞിട്ട്? ഞാൻ എന്തിനു ഇവരോടൊക്കെ ചോദിക്കുന്നത്? കൃഷിയെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അരച്ചു കുടിച്ചിട്ടുള്ള ഒരു കർഷകനാണ് ഞാൻ. പിന്നെ ഈ പച്ചച്ചീരയ്ക്ക് ഡിമാൻഡ് ഇടുന്ന എന്നോട് ആരാ പറഞ്ഞു? ഒരു ഡിമാൻഡും ഇല്ല, അതുകൊണ്ടല്ലേ അതിങ്ങനെ കാട് പിടിച്ചിരിക്കണം. ഇവിടെ ചുമന്ന ചീരക്കാണ് ഡിമാൻഡ്. ഇവരോടൊന്നും ചോദിക്കരുത്. നമുക്ക് നമ്മുടെ പ്രോഗ്രാമിലേക്ക് ഇറങ്ങാം. അല്ല, അങ്ങനെയാണെങ്കിലേ നമുക്ക് ഇവിടെ വേണ്ട, ഇതണ്ട അവിടെ ചുമന്ന ചീര, കുറച്ചുകൂടി ഭംഗിയുള്ള സ്ഥലം അവിടെ, നമുക്ക് അവിടെ വെച്ചെടുത്താലോ? ആയിക്കോട്ടെ. നമ്മളിപ്പോൾ നിൽക്കുന്നത് വെള്ളായണിയിൽ ഗിരിരാജൻ എന്ന കൃഷിക്കാരൻ്റെ ചീരകൃഷി തോട്ടത്തിലാണ്. ചീരകൃഷിയെ കുറിച്ചുള്ള കൂടുതൽ നമുക്ക് അദ്ദേഹവുമായി സംസാരിക്കാം. ചേട്ടാ, ഒന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടൊന്ന് ഒതുങ്ങി. ക്യാമറ കിട്ടാൻ വേണ്ടിയാണ്. നമ്മൾ കുടുംബത്തിലുള്ളതല്ലേ.